ഇലക്ട്രൽ ബോണ്ട് കേസിലെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത് പ്രതിപക്ഷ പാർട്ടികൾ കള്ളപ്പണം വെളുപ്പിക്കുവാനുള്ള മോദി സർക്കാരിന്റെ ശ്രമങ്ങളെയാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് കോടതി വിശേഷിപ്പിച്ചതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അഭിപ്രായപ്പെട്ടു. സിപിഎം നിലപാടിനെയാണ് കോടതി അംഗീകരിച്ചതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത മല്ലികാർജ്ജുൻ ഖാർഗെ ഇലക്ട്രൽ ബോണ്ടുകളെ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് എതിർത്തുവെന്ന കാര്യവും ചൂണ്ടിക്കാട്ടി. 2019 പ്രകടന പത്രികയിൽ ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ച കാര്യവും കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി. ഇലക്ട്രൽ ബോണ്ടുകൾ ജനാധിപത്യ വിരുദ്ധമെന്ന് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് പറഞ്ഞുവെന്നും ഫണ്ടിന്റെ 95% ലഭിച്ചത് BJPക്കാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ജനാധിപത്യത്തെ തകർക്കുന്ന നിലപാടുകളിൽ നിന്ന് കേന്ദ്രം പിന്മാറുമെന്ന് കരുതുന്നുവെന്നും ഖാർഗെ എക്സിൽ കുറിച്ചു. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോടതി വിധി ചരിത്രവിധിയാണെന്നും വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നീക്കം കോടതി തടഞ്ഞുവെന്നും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിധി ബാധിക്കുമെന്ന് കരുതുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ അഴിമതി നിയമവിധേയമാക്കാനാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു. Earlier the law was that corporates can donate after 3 years of profit making a certain percentage of their profits to the political parties. The amendment brought in says that they can donate unlimited, which means shell companies can be opened, black money can be laundered through those companies, and unlimited donation to political parties. That is money laundering, converting black into white. ആരാണ് പണം നൽകിയത് എന്ന് ഉടൻ വ്യക്തമാകുമെന്നും ഇതിന് എന്താണ് തിരിച്ചു നൽകിയത് എന്നും വ്യക്തമാകുമെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിപിഎം മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാത്തത് എന്നും ഭൂരിഭാഗം ഇലക്ട്രൽ ബോണ്ടുകളും പോയത് BJPയിലേക്കാണെന്നും യെച്ചൂരി പറഞ്ഞു. രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് ഈ തുക ഉപയോഗിച്ചുവെന്ന ആരോപണവും സിപിഎം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.